ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണോ. പിന്നെ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം ഞാൻ ചായയും പലഹാരമൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ പാചകത്തിലേക്ക് കിടക്കുകയാണ്. നമുക്കിന്ന് കറി വയ്ക്കണത് മോര് കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. മോര് കറി, പയറുപ്പേരി, ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ കേട്ടോ. നോണൊന്നും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. ശബരിമല സീസൺ കഴിയാറായിരുന്നു, എന്നാലും ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ രാവിലെ ആയാലും നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ. നമുക്ക് ഓരോരോ കാര്യങ്ങൾ വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതുകൊണ്ട് തിരക്കിലാണ്. പിന്നെ അപ്പോൾ കറി വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കുക്കറിൽ ഇടട്ടെ. അപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പം അത്ര നേരം സംസാരിക്കാമല്ലോ, വേവണ സമയം കൊണ്ട്. വീട്ടമ്മമാർക്കൊക്കെ രാവിലെ നേരം നല്ല തിരക്കായിരിക്കും അല്ലേ. കുട്ടികൾക്ക് പോവാൻ, ഹസ്ബൻഡിന് പോവാൻ, അങ്ങനെ എല്ലാവരുടെയും തിരക്ക് കഴിയുമ്പോഴേക്ക് ഒരു സമയമാവും. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വേണ്ടേ. എല്ലാം കൂട്ടത്തിൽ നടക്കണമെങ്കിൽ എന്താണ്, നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കണം അല്ലേ. നമുക്ക് എനർജി ഉണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോവുള്ളൂ. അത് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, കഷ്ണം മുറിച്ച് വെച്ചതായിരുന്നു. അപ്പം അത് വേവിക്കാൻ വെച്ചു. ഇനി എന്താണ്, തേങ്ങ അരക്കണം. കറണ്ടില്ല, കറണ്ട് വരുന്നവരെ എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, വരുമോ എന്ന് നോക്കട്ടെ. അമ്മിയുണ്ട് കേട്ടോ, അമ്മിയിൽ അരയ്ക്കാം. പക്ഷെ മടിയല്ലേ. കറണ്ടില്ലെങ്കിൽ അന്ന് അരയ്ക്കാത്ത കറികൾ എന്നുള്ളതല്ല ഇപ്പോൾ നമ്മളൊക്കെ ശീലം. അമ്മിയിൽ ആരും അരയ്ക്കാൻ പെട്ടെന്ന് പോവില്ല. ഇതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ അടുത്ത വഴി എന്താണെന്ന് അപ്പം ആലോചിക്കാം. ഇപ്പം അതിന് കഷ്ണം വേവട്ടെ, അപ്പോഴേക്കൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ വന്നാൽ വേഗം അരയ്ക്കാമല്ലോ, തേങ്ങ ചിരണ്ടി വെച്ചതുകൊണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും. വീട്ടമ്മമാർക്കൊക്കെ കുഞ്ഞു മടിയും കൂട്ടത്തിലുണ്ട്. അമ്മിയിൽ അരയ്ക്കുക എന്നൊക്കെ പറഞ്ഞത് നമുക്കൊരു മടിയുള്ള കാര്യമാണ്. സൗകര്യങ്ങൾ ഉണ്ടാകുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യില്ലേ. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കാലങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇത് ചെയ്തു തരുന്നത്. സൗകര്യങ്ങളുണ്ട്, അപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതിനല്ലേ ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ വന്നത്. മിക്സി, ഗ്രൈൻഡർ, വെള്ളത്തിന് പിന്നെ മോട്ടർ, പൈപ്പ്, ഇതൊക്കെ വന്നത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിക്കുക. അതൊന്നും പഴയ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ അന്ന് അങ്ങനെ ജീവിച്ചത്. നമുക്കിപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നമ്മൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ ജീവിക്കുക. ഞാനങ്ങനെ കേട്ടോ, അന്നുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കഷ്ടപ്പാട് വരുമ്പോൾ നമ്മൾ കഷ്ടപ്പാട്ട് ജീവിക്കുക. നമുക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നായിട്ട് ജീവിക്കുക. കുറേ പുറകോട്ട് ചിന്തിച്ചു പോയ എല്ലാവർക്കും കുറേ കഷ്ടപ്പാടുകളായിരിക്കും. ഇപ്പം നമുക്ക് കുറച്ചൊക്കെ സൗകര്യങ്ങളും അല്ലെങ്കിൽ സുഖങ്ങളും ഉണ്ടെച്ചെങ്കിൽ നമ്മളത് എൻജോയ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളത് ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മുടെ കാലങ്ങളും സമയങ്ങളും ഒക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് ഈ പോയ കാലമൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ സുഖമായിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട്. ഒരുപാടുണ്ടായിട്ടൊന്നും ഇപ്പോൾ നമുക്ക് നല്ലപോലെ ജീവിക്കാൻ വിചാരിച്ചാൽ നടക്കുകയൊന്നുമില്ല. നമുക്ക് ഉള്ളത് വെച്ചിട്ട് അതിനനുസരിച്ച് നല്ലതാക്കിയിട്ട് മാറ്റിയിട്ട് നല്ല സുഖമായിട്ട് തന്നെ ജീവിക്കുക. കഷ്ടപ്പെടുന്ന കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം നമുക്ക് കുറഞ്ഞ സുഖങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ എല്ലാ വീട്ടമ്മമാരും മുന്നോട്ട് പോകണം. അതിൻ്റെ ഒരു എന്താണ്, ഈ ലൈഫിൻ്റെ ഒരു ടിപ്പായിട്ട് എല്ലാവരും എടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. കാരണം നമുക്ക് പിന്നെ
മുന്നേ ഇപ്പോൾ ഏത് ആൾക്കാരെ എടുത്തിട്ടുണ്ടെങ്കിലും ഒരുവിധ ആൾക്കാർക്കൊന്നും അത്ര നല്ലതൊന്നും ആവില്ല ഉണ്ടായിട്ടുണ്ടാവുക. നമുക്കിപ്പോൾ കാലങ്ങൾ മാറി മാറി വരുന്നതിനനുസരിച്ച് നമ്മൾ പ്രയത്നിക്കുന്നതിനനുസരിച്ചും കുറച്ചൊക്കെ നല്ലത് വരുമ്പോൾ നമ്മളതൊക്കെ പരമാവധി എൻജോയ് ചെയ്യാനും ഉപയോഗപ്പെടുത്താനും സന്തോഷിക്കാനും ഒക്കെ ശ്രമിക്കുക. നമുക്ക് നല്ല ആരോഗ്യവും അല്ലെങ്കിൽ നല്ല നമ്മുടെ ഇപ്പോൾ ഏത് ഏജ് ആയിക്കോട്ടെ അതിൽ നമുക്ക് ആരോഗ്യം പിന്നെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചൊക്കെ നല്ല നല്ല നിലയ്ക്ക് തന്നെ ജീവിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുക. പിന്നെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ എന്താണ് ഒരുങ്ങിയിട്ടും നല്ല അത്യാവശ്യം നല്ല ഡ്രസ്സ് ഇട്ടിട്ടും അങ്ങനെയൊക്കെ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഉള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നമുക്ക് ആരോഗ്യവും എന്താണ് പിന്നെ ചെയ്യാനുള്ളൊരു എനർജിയും പവറും ഒക്കെ ഉള്ളപ്പോഴല്ലേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ വയ്യാതെ ഇനിയിപ്പോൾ പ്രായമായിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് വയ്യാതെ നമ്മളെങ്ങനെ എല്ലാതും ചെയ്യും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ചിന്തിച്ച് പോകുന്നുണ്ട് കേട്ടോ. എന്ത് കാര്യങ്ങളായാലും ഇപ്പം നമ്മളത് യാത്ര പോകേണ്ട കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പിന്നെ സാധിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാവരും സാധിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. നാളേക്കെന്ന് വെച്ചിട്ട് ആരും മാറ്റിയൊന്നും എടുത്തു വെക്കത്തെ. നാളെ നമുക്കത് വന്നോളണമെന്നോ നടന്നോളണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പം അന്നന്ന് വരുന്ന കാര്യങ്ങൾ പരമാവധി എൻജോയ് ചെയ്തിട്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോകുക. കുറേ പേർക്ക് എന്താണെന്ന് അറിയാം, കുറച്ച് മുൻപ് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് തുടങ്ങുന്ന സമയത്തൊക്കെ അത്ര നല്ല അവസ്ഥയൊന്നും എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല. ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അന്ന് ഇത്ര ഇന്ത്യയൊക്കെ കല്യാണം കഴിഞ്ഞ ആ ടൈം വെച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അന്നൊക്കെ കുറച്ചൊക്കെ ആൾക്കാർക്ക് ഇന്നത്തെ അത്ര സുഖവും സൗകര്യമൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടിൻപുറങ്ങളിലത്തെ കാര്യമാണ് കേട്ടോ പറയണത്. ടൗണിലും അവിടെ ജീവിക്കുന്നവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അവർക്ക് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നാട്ടിൻപുറത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെ കുറവ് തന്നെയാണ്. വളരെ കുറച്ച് പേർക്കൊക്കെ മാത്രമേ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഉള്ള വീടുകളിലാണെങ്കിൽ തന്നെ ആ കാലഘട്ടത്തിലൊക്കെ കുറേ പേർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. അപ്പോൾ കാലങ്ങൾ നമ്മളെങ്ങനെ മാറ്റി മാറ്റി നമ്മളിവിടെ വരെ കൊണ്ടുവന്ന് എത്തിച്ച് നിൽക്കുകയല്ലേ. അപ്പം നമ്മൾക്ക് കഴിയണ പോലെ അല്ലെങ്കിൽ നമുക്ക് ഉള്ളതുപോലെ നമുക്ക് അന്നത്തെ അവസ്ഥയല്ലല്ലോ എന്തായാലും ഇന്ന്. അപ്പം നമ്മൾ ഇന്നിന് അല്ലെങ്കിൽ ഇന്നത്തേക്ക് നമുക്ക് എന്ത് സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഭംഗിയായിട്ട് സുഖമായിട്ട് ജീവിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇനിയും കഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആരോഗ്യം പോയിക്കൊണ്ടിരിക്കും. കാരണം ഒരു 50 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിന് നല്ല ക്ഷീണം വരും. പക്ഷെ അവിടെ അപ്പം ക്ഷീണം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം, ഇപ്പോൾ പരമാവധി നമ്മൾ നോക്കും വേണം. ഇപ്പോൾ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണെന്നറിയോ, അതൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒക്കെ മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് പിന്നെ ദൈവവിധി നമുക്കെന്ത് നമ്മളെത്ര എങ്ങനെ നോക്കിയാലും വരാൻ വെച്ചത് വരും, അത് വേറൊരു കാര്യം. പക്ഷേ എങ്കിലും നമ്മുടെ ലൈഫ് വെച്ചിട്ട് പരമാവധി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം. ഉള്ള സൗകര്യങ്ങളും ഉള്ള സുഖം പിന്നെ എന്താണ്, നമുക്കിപ്പോൾ പരിമിതികളുണ്ടല്ലോ, ഓരോന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിമിതിന് ഒരു വീട്ടമ്മയാകുമ്പോൾ പിന്നെ നമുക്ക് ചില പരിമിതികളുണ്ടാവും. അപ്പോൾ നമ്മുടെ പരിമിതിക്ക് ഉള്ളിൽ നിന്നിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതൊക്കെ പരമാവധി ചെയ്യുക, സുഖമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇതൊക്കെയാണ് ഇനി വേണ്ടത്. സന്തോഷം എന്ന് പറഞ്ഞൊരു മെയിൻ കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഏജിന് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ടെൻഷനും പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മളാകെ വീണ് പോകും. അതുകൊണ്ട് പരമാവധി ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഓരോരോ കാര്യങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെ നമ്മൾ അങ്ങനെ ഒരു എന്താണ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക. അപ്പോഴാണ് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. മക്കളെക്കുറിച്ച് ഓർത്തിട്ടും മറ്റ് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു ഏജിലുള്ളവർക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ അവരൊക്കെ അവരുടെ കാലിൽ നിൽക്കാനോ മക്കളൊക്കെ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ ആയ അമ്മമാരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്താ പറയുക കുറച്ചൊക്കെ
അതിൽ നിന്നൊക്കെ ഒന്നൊരു ഫ്രീ ആയിട്ട് അവരൊക്കെ അവരുടെ ലെവലിലേക്ക് എത്തി ജീവിക്കാൻ തുടങ്ങി. ഇനി ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ അവരുടെ ലെവലിലേക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അതിനൊക്കെ ഒന്ന് വിട്ടു നിന്ന് നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് നമ്മളെ പ്രഷറും ടെൻഷനൊക്കെ ഒന്ന് കുറയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെ ഒരു ലൈഫിനൊരു എൻജോയ്മെൻറ്റ് കൊടുക്കുക. പുറത്തൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പുറത്ത് പോകാനൊക്കെ ഉള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്ക് വേണ്ട ഒരു സന്തോഷം എൻജോയ്മെൻറ്റൊക്കെ ഇത്രയും കാലം കുടുംബം കുട്ടികളും എല്ലാ പ്രാരാബ്ദങ്ങളും തലയിലേറ്റി പുകഞ്ഞ് നടക്കില്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ചെറുതായിട്ടൊരു റിലാക്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ നമ്മുടെ ലൈഫിനൊക്കെ ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവന്ന് നമ്മളൊന്നൊരു സന്തോഷത്തിൻ്റെ വക്കിലേക്ക് നമ്മൾ എത്തിപ്പെടുക.